ആദരണീയരായ എൻ്റെ സഹോദരങ്ങളെ, മനസ്സിന് വളരെയധികം ആനന്ദം നൽകുന്നൊരു മുഹൂർത്തത്തിലാണ് നാം എല്ലാവരും എന്നറിയാം. പ്രത്യേകിച്ച് വേദാന്ത സാരങ്ങൾ നിറഞ്ഞ ശ്രീരാമായണം അവലോകനം ചെയ്യുന്ന ചിന്തയിൽ മുഴുകിയിരിക്കുന്ന നമുക്ക് ഏവർക്കും സർവ്വ അനുഗ്രഹങ്ങളും ഈ ഒരു സത്കർമ്മത്തിലൂടെ ലഭ്യമാകുമെന്നത് യാതൊരു സംശയവുമില്ല. കാരണം സത്കർമ്മം, സത്സംഗം എന്ന വാക്കിൽ സത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മൂന്ന് കാലവും നിലനിൽക്കുന്നത്, മൂന്ന് കാലവും പ്രതിഫലാർഹമായത് എന്നാണ്. വേദസാരങ്ങൾ അവലോകനം ചെയ്യുന്നിടത്ത് 30 കോടി ദേവന്മാരും സന്നിഹിതരാകുമെന്ന് സർവ്വവേദങ്ങളും നമ്മെ അറിയിക്കുന്നുണ്ട്. ആധുനിക ശാസ്ത്ര നിഗമനമനുസരിച്ച് മനുഷ്യവംശത്തിൻ്റെ തുടക്കം ഏകദേശം 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പായിരുന്നു എന്ന് കാര്യകാരണസഹിതം ശാസ്ത്രം നമ്മെ അറിയിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യവംശത്തിൻ്റെ ഉദ്ധാരകരായി അല്ലെങ്കിൽ ധർമ്മ സംസ്ഥാപനം നടത്താൻ വേണ്ടി യുഗപുരുഷന്മാരും യോഗീശ്വരന്മാരുമായിട്ട് 1,24,000-ൽ പരം യോഗീശ്വരന്മാർ നമ്മുടെ ഇടയിൽ വന്നുപോയി. ഈ വന്നുപോയ യുഗപുരുഷന്മാർ അല്ലെങ്കിൽ യോഗീശ്വരന്മാർ ധർമ്മ സംസ്ഥാപനം നടത്താൻ വേണ്ടി വേദങ്ങളും ദാർശനിക ഗ്രന്ഥങ്ങളും നമ്മെ പഠിപ്പിച്ചു. മനുഷ്യനുൾപ്പെടെ 84 ലക്ഷം ജീവിവർഗങ്ങൾ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വേദങ്ങളിൽ കാണാം. ഇതിൽ തിര്യകുകൾ എന്ന് പറയുന്ന വർഗം, അതായത് പക്ഷി മൃഗാദികളും സസ്യലതാദികളും, പിന്നെ മനുഷ്യൻ, അടുത്ത ദേവന്മാരുടെ വ്യാവഹാരിക മണ്ഡലം, അത് സൂക്ഷ്മ യാഥാർത്ഥ്യങ്ങളുടെ ലോകമാണ്. മനുഷ്യരും തിര്യക്കുകളും ഭൗതിക അസ്തിത്വമുള്ളവരും ആണെന്നും ശ്രദ്ധേയമാണ്. ഈ സൃഷ്ടികളിൽ മനുഷ്യനൊരു മധ്യമ സൃഷ്ടിയാണ്. കാരണം തിര്യക്കുകളായിട്ടുള്ള സസ്യലതാദികളും പക്ഷി മൃഗാദികളും സൂക്ഷ്മജീവികളായിട്ടുള്ള ദേവന്മാരും അവരുടെ ധർമ്മം അവയുടെ പ്രകൃതത്തോടുകൂടി ജന്മനാൽ തന്നെ അവയോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ മനുഷ്യൻ്റെ സൃഷ്ടി അങ്ങനെയല്ല. ധർമ്മ നിർവഹണത്തിൽ മനുഷ്യനൊരു മധ്യമ സൃഷ്ടിയാണ്. അവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ധർമാധർമ്മങ്ങൾ തിരഞ്ഞെടുക്കാം. അതിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. അതവൻ്റെ അനുഗ്രഹത്തിനും അതുപോലെ തന്നെ ശാപത്തിനും ഇടയായിത്തീരുന്നു. ഈ ധർമാധർമ്മങ്ങളിൽ ധർമ്മത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തരാൻ വേണ്ടി യോഗീശ്വരന്മാരിലൂടെ വേദഗ്രന്ഥങ്ങൾ മനുഷ്യന് ലഭ്യമായി. മനുഷ്യൻ അവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് അധർമ്മം പ്രവർത്തിക്കുകയാണെങ്കിൽ ധർമ്മ സംസ്ഥാപനത്തിനു വേണ്ടിയായിരുന്നു ഈ വേദഗ്രന്ഥങ്ങളുടെ അവതരണം. ശ്രീമദ് ഭഗവത്ഗീതയിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമി. ഈ വേദഗ്രന്ഥങ്ങൾ ആദ്യന്തം നാം പരിശോധിക്കുകയാണെങ്കിൽ പ്രാപഞ്ചിക സംവിധാനങ്ങളുടെ ഊടും പാവും, അതായത് സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും മാത്രമല്ല, മനുഷ്യൻ്റെ കർമ്മ നിർവഹണത്തിനുള്ള വിധിവിലക്കുകളും വ്യക്തമായി കാണാൻ സാധിക്കും. അനേകം ധാർമ്മിക ഗ്രന്ഥങ്ങൾ ഋഗ്വേദം മുതൽ ശ്രീമദ് ഭഗവത്ഗീത വരെ നമ്മുടെ മുന്നിലുണ്ട്. നമുക്കത് അവലോകനം ചെയ്യാനുള്ള സൗഭാഗ്യവുമുണ്ട്. ഇത് മനുഷ്യന് മാത്രം ലഭ്യമായ ഒരു സൗഭാഗ്യമാണ്. വേദം മനുഷ്യന് മാത്രം നൽകിയിട്ടുള്ളതാണ്. കാരണം ധർമ്മനിർവഹണം ഇതര സൃഷ്ടികൾ തിര്യക്കുകളും ദേവന്മാരും യഥാവിധി നിർവഹിക്കും. കാരണം അവയുടെ ധർമ്മം പ്രകൃത്യാ ജന്മന അവയോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല. ധർമ്മനിർവഹണം അവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ചെയ്യും എന്നതിനാൽ ആ ഇച്ഛ ധാർമ്മികമായിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വേദസത്യങ്ങൾ മനുഷ്യന് നൽകിയത്. ഇതൊരു മഹാസൗഭാഗ്യമാണ്. സർവ മൂല്യച്യുതികളിലും എത്തിപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ മനുഷ്യ സമൂഹം, അതായത് കാമ, ക്രോധ, ലോഭ, മോഹ, ഇച്ഛ, മാത്സര്യം തുടങ്ങി സർവ മൂല്യച്യുതികളിലും വിഹരിക്കുന്ന ഇന്നത്തെ മനുഷ്യന് ഈ വേദങ്ങളും വേദസാരങ്ങളും യഥാവിധി അറിയണമെങ്കിൽ അത് കഠിനമായിട്ട് പ്രയത്നം ചെയ്യുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ കഠിന പ്രയത്നത്തിന് ആദ്യം നമുക്ക് വേണ്ടത് പരിശുദ്ധിയും നിഷ്കളങ്കതയും ശ്രദ്ധയുമാണ്. എന്നാൽ ഒരു ഭൗതിക ഗ്രന്ഥം പഠിക്കാൻ, അതായത് ഒരു ശാസ്ത്രജ്ഞനോ ഒരു എഞ്ചിനീയറോ ഒരു ഡോക്ടറോ ആകണമെങ്കിൽ
അവയുടെ ശാസ്ത്രശാഖ പഠിക്കണമെങ്കിൽ നമുക്ക് ശ്രദ്ധ മാത്രം മതി. എന്നാൽ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ, ആധ്യാത്മിക സത്യങ്ങൾ പഠിക്കണമെങ്കിൽ പരിശുദ്ധി കൂടിയേ തീരും. നിഷ്കളങ്കതയും ഒപ്പം വേണം. പരിശുദ്ധിയും നിഷ്കളങ്കതയും ശ്രദ്ധയും അത്യന്താപേക്ഷിതമായ 3 പ്രധാന ഗുണങ്ങളാണ്. ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഈ 3 ഗുണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആധ്യാത്മിക സത്യങ്ങളുടെ കവാടങ്ങൾ തുറന്ന് അതിലെ വേദസാരങ്ങൾ ഗ്രഹിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഇത് പരമ പ്രാധാന്യമർഹിക്കുന്നൊരു സത്യമാണ്. ധാരാളം മനുഷ്യർ വേദം ഗ്രഹിക്കാനായി ശ്രമിക്കുന്നവരുണ്ട്. അതിൽ വിദ്യാസമ്പന്നരും അല്ലാത്തവരും ആയിട്ടുണ്ട്. പക്ഷേ ഈ പഠിക്കാൻ ശ്രമിക്കുന്നവരിൽ അനേകം പേർക്ക് വേദസാരങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കാതെ വരുന്നതായി ഒരു പൊതു അഭിപ്രായമുണ്ട്. എന്താണ് കാരണം? പ്രധാന കാരണം പരിശുദ്ധിയും നിഷ്കളങ്കതയും ഇല്ലായ്മ തന്നെയാണ്. എന്താണ് പരിശുദ്ധി? എന്താണ് നിഷ്കളങ്കത? മറ്റു ഭൗതിക വിദ്യ അഭ്യസിക്കുന്നത് പോലെ അല്ല ആധ്യാത്മിക വിദ്യാഭ്യാസം. ആധ്യാത്മിക സത്യങ്ങൾക്ക് അത് സൂക്ഷ്മ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. എന്താണ് സൂക്ഷ്മ യാഥാർത്ഥ്യങ്ങൾ? നമ്മുടെ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ബുദ്ധിക്കും ഗ്രഹിക്കാൻ പറ്റാത്തവയാണ് അവ. അതായത് പ്രത്യക്ഷമായി നമുക്ക് കണ്ടും കേട്ടും അറിയാൻ സാധിക്കാത്ത ധാരാളം വിഷയങ്ങളാണ് ആധ്യാത്മിക വിഷയങ്ങളുടെ പ്രധാന വിഷയം. അപ്പോൾ ഇവ എങ്ങനെ പഠിക്കാം? ഇതിനെന്താണ് വേണ്ടത്? ഇവിടെയാണ് ഭക്തി എന്ന് പറയുന്ന ഒരു ഉത്തമ ഗുണം ഉദയം ചെയ്യുന്നത്. ഭക്തി എന്താണ്? ഭക്തിയിലൂടെ മനുഷ്യന് എന്ത് കിട്ടുന്നു? അതാണ് അടുത്ത വിഷയം. രാമായണത്തിൻ്റെ പ്രസക്തി ഇവിടെ വളരെ വലുതാണ്. രാമായണം പറയുന്നു, ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ ഉത്തമോത്തമന്മാരായവർ അവരല്ലോ. തുടർന്നുള്ള വരികളിൽ ഭക്തന് നന്നായി പ്രകാശിക്കും ആത്മാവിന്. ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തോടുകൂടി ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം വേദഗ്രന്ഥങ്ങളിലൂടെ ലഭ്യമായിട്ടില്ല. ഏറ്റവും ഒടുവിൽ ശ്രീമദ് ഭഗവത്ഗീതയിലൂടെ അതുപോലെ ശ്രീ മഹാഭാഗവതത്തിലൂടെയുമാണ് ആധികാരികമായി പറഞ്ഞിട്ടുള്ളത്. ലോക ചരിത്രത്തിൽ പിന്നീട് വന്ന സെമിറ്റിക് ഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെ ആത്മാവ് ഒരു പ്രതിപാദ്യ വിഷയമേ ആയിരുന്നില്ല. അവിടെയാണ് ഭാരതീയ തത്വസംഹിതകൾ സനാതന മൂല്യങ്ങളുടെ കലവറയാണെന്ന വിശേഷ സൗഭാഗ്യം. ഈ വിശേഷ സൗഭാഗ്യം മനസ്സിലാക്കിയവരാണ് ജ്ഞാനദാഹത്താൽ ഭാരതത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇവിടെ നമ്മുടെ വിഷയം ഭക്തി എന്നതിലാണ്. ഈ ശ്രേഷ്ഠ ഗുണം എങ്ങനെ നേടാം? ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത അനേകം വിഷയങ്ങൾ നമ്മുടെ ചുറ്റുപാടിലും അഹോരാത്രം നടന്നുകൊണ്ടിരിക്കും. ഇതൊരു ഭക്തന് വളരെ വേഗം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വേദങ്ങൾ അറിയിക്കുകയും ഭക്തിയെ വേദങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും രാമായണം പോലുള്ള ഭക്തികാവ്യങ്ങൾ ധാർമ്മിക നിഷ്ഠ പുലർത്തുന്നവർക്ക് ഭക്തി വർദ്ധിക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. സൂക്ഷ്മ യാഥാർത്ഥ്യങ്ങളെ ഗ്രഹിക്കാനുള്ള ഒരു ഉത്തമ ഗുണം, അതാണ് ഭക്തി. എന്താണ് സൂക്ഷ്മ യാഥാർത്ഥ്യം? ഒന്ന് ശ്രദ്ധിക്കാം. ഉദാഹരണത്തിന്, ഒരു സ്ഥലത്ത് വച്ച് നമുക്ക് ദാഹം അനുഭവപ്പെടുന്നു എന്ന് കരുതുക. പക്ഷേ ആ സ്ഥലത്ത് വെള്ളം കിട്ടുന്നില്ല. നമ്മൾ അല്പം ശ്രമിച്ചു നോക്കി, നടന്നു, ഓടി, ആ പ്രദേശത്തൊന്നും തന്നെ ജലത്തിൻ്റെ ഉറവിടമില്ല. അവസാനം ക്ഷീണിതനായി അവിടെ കണ്ട ഒരു വൃക്ഷച്ചുവട്ടിൽ ചെന്നിരുന്നു. അല്പസമയശേഷം ഉണ്ടായിരുന്ന ദാഹം ശമിക്കുന്നതായി തോന്നി. ഇതെങ്ങനെ സംഭവിച്ചു? ആദ്യം ഉണ്ടായിരുന്ന ആ ദാഹം പിന്നീട് ആ വൃക്ഷച്ചുവട്ടിൽ വിശ്രമിച്ച ശേഷം നമുക്ക് അനുഭവപ്പെടുന്നില്ല. എന്താണ് കാരണം? കായക്ലേശങ്ങളിലൂടെ നേടി നമ്മുടെ ദാഹം തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രക്രിയ അവിടെ അസാധ്യമാവുകയും ഒപ്പം സൂക്ഷ്മമായ ഒരു അന്തരീക്ഷത്തിലെ ജലാംശം നിറഞ്ഞ പ്രകൃതിയിലൂടെ അല്ലെങ്കിൽ വൃക്ഷത്തിൻ്റെ തണലിൽ നിന്നും നമ്മുടെ ശരീരത്തിലേക്ക് ഒരു അല്പം ജലാംശം കടക്കാനുള്ള സൗഭാഗ്യമുണ്ടാവുകയും ആദ്യത്തെ കഠിനമായ ദാഹം മാറുകയും നമുക്കല്പം ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു. സർവവും ഈശ്വരനിൽ സമർപ്പിച്ച് യജ്ഞഭാവനയോടെ ജീവിക്കുന്ന ഒരു ഭക്തന് അവൻ്റെ എല്ലാ വിഷയങ്ങളിലും ഇങ്ങനെ ഒരു ഡിവൈൻ സപ്പോർട്ട് അല്ലെങ്കിൽ ദിവ്യമായ സഹായം സദാ ലഭ്യമാകുന്നു. അതിലെ ആനന്ദം, മാധുര്യം ഭക്തനല്ലാതെ മറ്റൊരുവർക്കും മനസ്സിലാകുകയില്ല. മറ്റെന്തുകൊണ്ടും നേടാൻ സാധിക്കാത്ത ഈ അനുഭവം ലോകത്തെമ്പാടുമുള്ള ഏത് ഉത്തമ ഭക്തരോട് ചോദിച്ചാലും അത് സത്യമാണെന്ന് അവർ സാക്ഷ്യപ്പെടുത്തും. നമുക്കിനി
കിഷ്കിന്ധാകാന്ഡത്തിലേക്ക് കടക്കാം. രാമായണത്തിലെ കഥാപാത്രങ്ങളിൽ ഒരു ഉത്തമ ഭക്തന്റെ രംഗപ്രവേശം ഇവിടെ കാണാം. അത് മറ്റാരുമല്ല, ഹനുമാൻ. സുഗ്രീവ നിർദ്ദേശമനുസരിച്ച് രാമലക്ഷ്മണന്മാർ ആരാണെന്ന് മനസ്സിലാക്കാൻ ഹനുമാൻ പോകുന്നു. ബ്രഹ്മചാരി വേഷം ധരിച്ച് രാമലക്ഷ്മണ സമീപത്തെത്തി ഭഗവാന്മാർ ആരാണെന്ന് ആരായുന്നു. ചോദ്യം ചോദിച്ച മാത്രയിൽ തന്നെ ശ്രീരാമൻ ഹനുമാനെ ശരിക്കും മനസ്സിലാക്കുകയും ലക്ഷ്മണനോട് പറയുകയും ചെയ്യുന്നു. ഇല്ലൊരപശബ്ദം എങ്ങുമേ വാക്കിനാൽ നല്ല വയ്യാകരണൻ വടു നിർണയം. ലക്ഷ്മണ, ശബ്ദശുദ്ധി നോക്കൂ, എത്ര പരിശുദ്ധനും നിഷ്കളങ്കനുമാണെന്ന് വാക്കിലൂടെ അറിയാം. ഇതാണ് ഒരു ഉത്തമ ഭക്തന്റെ ദൈവിക സമ്പത്ത്. തുടർന്ന് രാമലക്ഷ്മണന്മാരും ഹനുമാനും കാര്യങ്ങൾ പരസ്പരം ഗ്രഹിക്കുന്നു. സുഗ്രീവനെയും കാര്യം ഗ്രഹിപ്പിച്ച് സുഗ്രീവനുമായി അഗ്നിസാക്ഷിയാൽ പരസ്പരം സത്യം ചെയ്യുന്നു. എന്താണ് അഗ്നിസാക്ഷി? നാം നമ്മുടെ ഭവനങ്ങളിൽ മാത്രമല്ല, സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു നിലവിളക്ക് കൊളുത്തിവെച്ച് നാം ആ സത്കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. ഇവിടെ അഗ്നിക്ക് എന്താണ് ഇത്ര പ്രാധാന്യം? അഗ്നി പഞ്ചഭൂതങ്ങളിൽപ്പെട്ടതും ദേവന്മാരുടെ ദൂതനുമാണ്. നാം അഗ്നിയുടെ പ്രകാശം കാലത്തെ നിശ്ചലമാക്കി ഏത് ലോകത്തും നൊടിയിടയിൽ ഗമിക്കുന്നു. ഈ സത്യം ആധുനിക ശാസ്ത്രം സർവത്തിലും ഉപയോഗിക്കുന്നു. പ്രകാശത്തിന്റെ വേഗത ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണെന്നും നാം ഓർക്കണം. ഈശ്വര സന്നിധിയിൽ കാലത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ച് നിശ്ചല മാത്രയിൽ പ്രാപഞ്ചിക സംവിധാനങ്ങളുടെ ദൂത് അഗ്നി എത്തിക്കുന്നതിനാൽ അഗ്നി ദേവന്മാരിൽ ശ്രേഷ്ഠനാണ്. ചതുർവേദങ്ങളിൽ ഈ സത്യം ധാരാളം വർണ്ണിക്കുന്നുണ്ട്. തുടർന്ന് ശ്രീരാമ സാന്നിധ്യം സുഗ്രീവനെ പെട്ടെന്ന് തന്നെ പരമാത്മജ്ഞാനത്തിന്റെ ശ്രേണിയിൽ എത്തിക്കുന്നു. ഭക്തിപരവശനായി രാമനാമം സ്മരിച്ച് രാമപാദം നമസ്കരിച്ച് എനിക്ക് ഭൂമിയിലെ ഒരു സൗഭാഗ്യവും വേണ്ട, ഒരു ഉത്തമ ഭക്തനായി ജീവിച്ച് മോക്ഷം നേടണമെന്ന് അപേക്ഷിക്കുന്നു. മോക്ഷം പ്രദാനം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. വീണ്ടും ഭഗവത് മായയാൽ മോഹിതനായി ഭൗതികതയിലേക്ക് തിരിച്ച് പോകുന്നു. അടുത്തത് ബാലി സുഗ്രീവ യുദ്ധം വിവരിക്കുന്നു. യുദ്ധത്തിനായി രണ്ടാമതും ബാലി പുറപ്പെടുമ്പോൾ ബാലിയെ തടഞ്ഞ് ഭാര്യ താര ശ്രീരാമന്റെ സാന്നിധ്യം അറിയിക്കുന്നു. മഹാജ്ഞാനിയായ ബാലി ശ്രീരാമന്റെ മഹാത്മ്യം വർണ്ണിക്കുന്നു. താരയോട് പറയുന്നു, തന്നെ ഭജിക്കുന്നവനാണ് ഭഗവാൻ എന്നും ഭഗവാന് അന്യഥാഭാവം ഇല്ല എന്നും പറഞ്ഞ് താരയെ സമാശ്വസിപ്പിക്കുന്നു. നമുക്ക് അനേകം ജ്ഞാനികളുടെ സന്ദേശം അറിയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ബാലി പറഞ്ഞ തന്നെ ഭജിക്കുന്നവരെ ഭഗവാൻ ഭജിക്കും എന്ന സന്ദേശം ജ്ഞാനികളിൽ പരമജ്ഞാനികൾക്ക് മാത്രമേ അറിയാവൂ. ഇത്രയും ജ്ഞാനമുള്ള ബാലി നേരെ നിരപരാധിയായ സ്വന്തം സഹോദര നിഗ്രഹത്തിന് മടിയാതെ പുറപ്പെടുന്നു. ഇതാണ് ജ്ഞാനിയായിരുന്നിട്ടും ബാലിയുടെ അപരാധം. മഹാഭാരതത്തിൽ ഭീഷ്മർ, ദ്രോണർ, കർണൻ, അശ്വത്ഥാമാവ് ഇവരും മഹാജ്ഞാനികളായിരുന്നു. പക്ഷേ അവരുടെ ജ്ഞാനവും ധർമ്മവും അഹം എന്ന ബോധത്തിന് അടിമപ്പെട്ട് തിന്മയ്ക്ക് കീഴടങ്ങി പോയിരുന്നു. അതിനാലാണ് അവരും വധിക്കപ്പെടുന്നത്. ശ്രീരാമനാൽ ബാലി വധിക്കപ്പെടുന്നു. ഭർതൃവിരഹത്താൽ ദുഃഖാർത്ഥയായ താരയ്ക്ക് ജ്ഞാനോപദേശവും പൂർവജന്മ സുഹൃതവും ആത്മാവിന്റെ അനശ്വരതയും ശ്രീരാമൻ അറിയിച്ചു കൊടുത്ത് ദുഃഖമോചിതയാക്കി സുഗ്രീവനെ കിഷ്കിന്ധയിലെ രാജാവാക്കി. അടുത്ത ഭാഗം ലക്ഷ്മണന് നൽകുന്ന ക്രിയാമാർഗ ഉപദേശം ആണ്. ആധ്യാത്മിക ജീവിതം വാൾമുനയിൽ കൂടെയുള്ള യാത്രയാണെന്ന് ഗുരുക്കന്മാർ പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. കാരണം മാർഗഭ്രംശം സംഭവിക്കാതെ നോക്കണം. തോന്നിയതുപോലെ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കേണ്ടതല്ല, അത് വിപരീത ഫലം ഉണ്ടാക്കും. ബ്രഹ്മദേവനും നാരദ മഹർഷിയും വ്യാസഭഗവാനും നാരായണ ഉപാസന നിർവഹിച്ചു എന്ന കാര്യം ഉണർത്തിച്ചാണ് ലക്ഷ്മണന്റെ ക്രിയാമാർഗ ഉപദേശത്തെ പറ്റിയുള്ള ചോദ്യം. ക്രിയാമാർഗ സമ്പ്രദായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വേണ്ട പ്രഥമ ഗുണം ദ്വിജത്വമാണെന്ന് ശ്രീരാമൻ പറയുന്നു. ദ്വിജത്വം എന്നാൽ രണ്ടാമതൊരിക്കൽ കൂടി ജനിക്കുക എന്നതാണ്. അതായത് ആധ്യാത്മികമായി നാം പുനർജനിക്കണം. അതാണ് സത്യം. സത്യാസത്യ വിവേചനത്തിലൂടെ ജ്ഞാനം സമ്പാദിച്ച് സർവസംഗ പരിത്യാഗിയായ ബ്രഹ്മോപാസകനാണ് ദ്വിജൻ.
അടുത്തത് ദേഹശുദ്ധിയെക്കുറിച്ച് പറയുന്നു. ദേഹശുദ്ധി മന്ത്രോച്ചാരണത്തിലൂടെ അംഗന്യാസം ചെയ്യണം എന്ന് പറയും. ഭൗതിക ദൃഷ്ടാന്തങ്ങളിലൂടെയുള്ള ഭഗവത് ദർശനമാണ് ക്രിയാമാർഗ ഉപദേശത്തിലുള്ള പ്രതിപാദ്യ വിഷയം. ഭൗതികമായ ഏതു വസ്തുവിൻ്റെയും സൂക്ഷ്മ അപഗ്രഥനത്തിന് സമ്പൂർണ്ണ ജ്ഞാനം വേണം. അങ്ങനെ എങ്കിൽ മാത്രമേ ഫലം ക്രിയാത്മകമാകുകയും, ഇല്ലെങ്കിൽ അന്ധവിശ്വാസവും അനാചാരവും സാർവത്രികമാകും. വിശ്വാസത്തിൻ്റെ പേരിൽ നരബലി വരെ നമ്മുടെ ഇടയിൽ ഉണ്ടായി. പരശുരാമനും ശ്രീരാമനും ശ്രീകൃഷ്ണനും ശങ്കരാചാര്യരും നമുക്ക് നൽകിയ ക്രിയാമാർഗത്തിൻ്റെ മാതൃകാ പുരുഷന്മാരാണ്. പരശുരാമനും ശ്രീരാമനും ശ്രീകൃഷ്ണനും ശങ്കരാചാര്യരും ക്രിയാമാർഗത്തിൽ നമ്മുടെ മാതൃകാ പുരുഷന്മാരാണ്. അവരുടെ പാദങ്ങൾ പിന്തുടർന്ന് മാത്രം ക്രിയാമാർഗം പഠിക്കാൻ ശ്രമിക്കുക. ഭഗവാൻ നമുക്ക് അതിനുള്ള അനുഗ്രഹം പെരുമാറാകട്ടെ. കാരണം ഭൗതിക ലോകത്ത് പോലും വസ്തുക്കളെ സൂക്ഷ്മമായി അപഗ്രഥനം ചെയ്തത് ധാരാളം നന്മ പ്രദാനം ചെയ്തു. ഒപ്പം ഭയാനകമായ നാശവും. ആറ്റം എന്ന സൂക്ഷ്മ വസ്തുവിനെ അപഗ്രഥിച്ചത് സർവനാശത്തിൽ എത്തുമെന്ന ആശങ്ക നമ്മെ വ്യാകുലരാക്കുന്നുണ്ട്. അതുപോലെ വൈറസിനെ കുറിച്ച് പഠിച്ച് ലോകം മുഴുവനും പരിഹരിക്കാൻ പറ്റാത്ത ബാധ നമ്മിലുണ്ടാക്കി. ശ്രീ മഹാഭാഗവതം പറയുന്നു, കലികാലത്ത് മനുഷ്യൻ സർവ ജഗത്പതിയായിക്കൊണ്ട് നാരായണ ഉപാസന ചെയ്യുകയില്ല എന്ന്. അതുപോലെ ദ്വിജത്വം മറയും, വർണ്ണങ്ങളെല്ലാം ശൂദ്രസമമാകും. അതിനാൽ വിശ്വാസത്തിൻ്റെ പേരിൽ കാട് കയറാതെ ഉത്തമ ഗ്രന്ഥങ്ങളായ ഉപനിഷത്തുക്കളും രാമായണവും ഭഗവത്ഗീതയും ഭാഗവതവും വിഷ്ണു സഹസ്രനാമം തുടങ്ങി ആധികാരിക ഗ്രന്ഥങ്ങളിലൂടെ മാത്രം നമുക്ക് വഴി തിരഞ്ഞെടുക്കാം. ഇല്ലെങ്കിൽ ഉത്തര രാമായണത്തിലെ ശംഭൂക നിഗ്രഹത്തിൽ സംഭവിച്ചത് നാം ഭയപ്പെടണം. ക്രിയാമാർഗ ഉപദേശശേഷം ശ്രീരാമൻ ലക്ഷ്മണനെ സുഗ്രീവ സന്നിധിയിൽ അയക്കുന്നു. സുഗ്രീവൻ സത്യലംഘനം നടത്തുമോ എന്ന ചിന്തയിൽ കോപാകുലനായ ലക്ഷ്മണനെ അംഗദനും ഹനുമാനും താരാദേവിയും സമാധാനപ്പെടുത്തി സുഗ്രീവ സന്നിധിയിലെത്തിക്കുന്നു. തുടർന്ന് സീതാന്വേഷണം, സ്വയംപ്രഭാഗതി, സ്വയംപ്രഭാസ്തുതി. അടുത്തത് വാനരന്മാർ പക്ഷിശ്രേഷ്ഠനായ സമ്പാദിയെ കണ്ടുമുട്ടുന്നു. ജടായുവിൻ്റെ ദേഹവിയോഗം അറിഞ്ഞ സമ്പാദി ഉദകക്രിയകൾ ചെയ്യുന്നു. നിശാകര മുനിയിൽ നിന്നും മനസ്സിലാക്കിയ ആത്മതത്വം സമ്പാദി വാനരന്മാരെ കേൾപ്പിക്കുന്നു. അതിൽ അത്യന്തം സങ്കീർണമായ ജീവന്റെ ഗതിവേദികൾ, പ്രാരാബ്ധ ബന്ധനം, മായ, ത്രിഗുണങ്ങൾ, മോക്ഷഗതി, ബ്രഹ്മസായുജ്യം തുടങ്ങി എല്ലാം സമ്പൂർണമായി അറിയിക്കുന്നു. കാണ്ഡത്തിന്റെ അവസാനം ഹനുമാന്റെ സമുദ്രലംഘനം. ഏവരെക്കാളും ബലശാലിയായിരുന്നിട്ടും ഭഗവത് ഭജനത്തിലൂടെ തന്നെ സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുന്ന ഭഗവത് ഭക്തൻ. ജനിച്ച മാത്രയിൽ 500 യോജന ചാടിയ ഹനുമാന് രാവണന്റെ 100 യോജന ചാടാൻ ഒരു ക്ലേശവും ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്വന്തം ആ കഴിവ് ജാംബവാനിലൂടെ ഹനുമാൻ ഉണർന്നു. ജാംബവാനിലൂടെയാണ് ഹനുമാൻ ഉണർന്നത്. കാരണം ഭൗതിക ലോകത്തെ യാതൊരു കഴിവും ശ്രേഷ്ഠതയും സ്ഥാനമാനങ്ങളും സമ്പത്തും എല്ലാം ഭക്തിയില്ലെങ്കിൽ നിസ്സാരമാണ് എന്ന തത്വമാണ് ഹനുമാനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ.